ശാരദ, വിമല, ഹരിയ ഇവിടെ വരൂ. അപ്പൊ വന്നേനെ. അപ്പൊ ഇന്ന് ഭയങ്കര പ്രയാസമുണ്ട്. രാവിലെ വന്നിട്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് പോയി ചോറിട്ടാ മോളെ. അപ്പൊ വരാൻ പറ്റാത്തോണ്ട് അങ്ങോട്ട് നോക്കണം. അപ്പൊ ഇന്ന് ഹേനയുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. അപ്പൊ ഞാനും ഹേനയും കൂടി പോണേണ്. റെഡി ആയി കഴിഞ്ഞപ്പോ ഈസബു ഭയങ്കര പുല്ലായിരിക്കാൻ വന്നത്. ഈശു പുന്നയിച്ചു ഇവിടെ കേട്ട് നോങ്ങിക്കോട്ടാ. അമ്മയൊക്കെ വരാട്ടാ. പോയിച്ചു വേഗം വരാട്ടാ. എന്താ നമ്മുടെ കുഞ്ഞു. അപ്പൊ ഗൈസ് അമ്മ മാത്രം വരുന്നുള്ളൂ. അപ്പ ഇല്ല. അച്ഛൻ ക്ലാസ്സിലുണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ ഇത്തിരി തിരക്കായി പോയി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഹേനയുടെ ഗ്രാജുവേഷൻ ഡേക്ക് നമ്മൾ പോയി. ഈസ വരണ്ട. ഈശക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടം. ഷോൾ വേണം കൊണ്ടാണ് ഇങ്ങനെ നോക്കണ പുന്നാരിപ്പിക്കണോ. എന്താണ് ഷോളൂരാനാണ് ഇത്. ഷോളൂരാൻ പുന്നാരിക്കാൻ പറ്റിയ ഷോൾ. നമുക്ക് താഴ്ത്തിരിക്കാൻ പറ്റത്തില്ല. ഹേനത് ഈസക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക. എന്താ ഇന്നത്തെ സ്പെഷ്യൽ ഡേയുടെ കാര്യം പറ. സ്പെഷ്യല് ഫുഡ് ഉണ്ടാവും. സ്നാക്സ് ആയിരിക്കും. ഇതൊക്കെയാണ് കോളേജിന്റെ ഒരു ഉച്ച സമയം 12 മണിക്ക് എത്തണം. ഞാൻ തലയിറങ്ങി വിടൂട്ടാ. ഫുഡില്ല. ഐസ ഭയങ്കര ബിസിയാ. പിന്നെ അപ്പയാണെങ്കിൽ ഇപ്പൊ ഒട്ടും പറ്റാണ്ടായി പോയി. അല്ലെങ്കിൽ അപ്പൊ വന്നേനാ. അപ്പൊക്കെ ഇന്ന് ഭയങ്കര പ്രയാസമുണ്ട്. രാവിലെ വന്നിട്ട് എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് പോയി ചോറിട്ടാ മോളെ. അപ്പൊ വരാൻ പറ്റാത്തോണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത പണിയായി. നിശബു കിടന്ന് ഉറങ്ങിക്കോളും കേട്ടാ. ഞങ്ങൾ ഉച്ച സമയം അവൾ കിടന്ന് ഉറങ്ങിക്കോളും. പുറത്തോട്ടിറങ്ങിയപ്പോഴേ കൂടിയൊക്കെ നരച്ചിരിക്കുന്നു. ഉണ്ടായിരുന്നു. പൈസ ആയോ കാണിച്ചേ കണ്ടുപിടിക്കണേ. സാരി കൊടുത്താൽ മതിയായിരുന്നു. ഒരു പക്ക തോന്നിയായിരുന്നു. അമ്മമാരൊക്കെ സാരി കൊടുത്തു തന്നെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുഡൊന്നുമില്ല, ചായ മാത്രമേ ഉള്ളൂ. അതിലൊരു പറ്റില്ല. ഞാൻ തലർന്നു. ഗേൾസ് ടോയ്ലറ്റിന്റെ ഭിത്തിയാണ്. ഞങ്ങൾ 12 മണിക്ക് അത് സമയത്ത് എത്തി. പക്ഷെ ഇവർ രാവിലത്തെ ബാച്ചിന്റെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എത്ര മണി 1:30 കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. അപ്പൊ ഞങ്ങള് ചെറിയ നടന്നിന്റെ കുടിച്ചിട്ട് വരാൻ നേരം ഞങ്ങൾ നടന്നിട്ട് കുടിക്കാൻ കയറി. ബച്ചു ഇപ്പുറത്തെ കടയിൽ ഇതെന്നാ പറഞ്ഞാൽ നോക്കട്ടെ. കിട്ടി. ഐ ഗോട്ട് ഇറ്റ്. ഹലോ. നിന്റെ കവളെന്താ ചോന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ് ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഞങ്ങളിപ്പോൾ ഇനി ആ കറുത്ത കുപ്പായി ഇടാൻ പോണേ. നിനക്കുണ്ടല്ലോ ഇത്. അല്ലേ ആ കറുത്ത കുപ്പായ പക്ഷെ നമുക്ക് വീട്ടിൽ തന്നു വിടത്തില്ല. ചൂടെടുത്തിട്ട് വേണ്ട. സാരി കൊടുത്തവരുടെ കാര്യം പറയണ്ട. എന്റെ ഒക്കെ ഇതും കൂടി ബ്ലാക്കും കൂടി വന്നപ്പോ നല്ല ചൂടെടുക്കാം. ഇത് 7 മണി വരെ ഉണ്ടാവും എന്നൊക്കെ പറയണേ. സത്യമായിട്ട് കിടന്ന് ഇറങ്ങി പോടാൻ തോന്നുന്നു. അപ്പൊ അവിടെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ആരും അറിയാതെ ഇറങ്ങിപ്പോന്നു. പിന്നെ ആരും അറിഞ്ഞില്ല കേട്ടോ. ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ ഇപ്പൊ പ്രസവം കിടക്കണം. എനിക്ക് ഡ്രാക്കുളേനെ പോലെ തോന്നിയതിനെ ഭ്രാന്തി കയറുന്നുണ്ട് എനിക്ക്. അതെ, ഡിഗ്രിയിലാന്ന് തോന്നണവർക്ക് മാത്രമേ ഇത് മാച്ച് ആവുള്ളൂ. എനിക്കൊക്കെ മാച്ച് ആവും. ഇത് ഊരിയിട്ട് ഞാൻ തലയിലോട്ട് മറ്റേ കത്തനാറിന്റെ ലുക്ക് പുറകിൽ നോക്കുമ്പോ കറക്റ്റ് തീരാറായി തോന്നണം. കിട്ടില്ല.
പൊട്ടി പറക്കണ്ട ഇങ്ങനെയൊക്കെയാണ്. Ready, 1, 2, 3. ഇനി വീട്ടുകാരുടെ പൈസ ഒന്നും ആവശ്യമില്ല. ഇനി ഹേനയുടെ ചെലവ് അല്ലെങ്കിൽ എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് നല്ല ഇങ്ങനെ കോസ്റ്റൊക്കെ എടുക്കണം. പള്ളി പോണോല്ലേ നമുക്ക് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണ്ടേ. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ആ വിട്ടോ വിട്ടോ. റെഡി 1 2 3. ആന്റി ഒക്കെ ചിരിച്ചോണ്ട് ഹേന എന്തോ എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അവളെന്തേ അതെന്താണ് പൊതിഞ്ഞ ചേക്കണത്? ഇത് പൊതിയണ്ടേ ഇപ്പൊ കാണില്ല, ഇപ്പൊ കാണില്ല. ഇപ്പൊ കാണിക്കരുതാ. ഇതവിടെ ഇപ്പൊ എന്റെ ഭൂതത്തിനെ പോലെ. ആദ്യമായിട്ട് ഫ്ലവർ ഒക്കെ ഇട്ടത്. ഫ്ലവർ എടുത്ത് ഞാൻ എന്റെ അപ്പ എനിക്ക് വേണ്ടി പണിയൊക്കെ നേരെ ഇങ്ങോട്ട് വന്നേക്കണേ. അത് ഈ ചാത്താവേശത്തേക്കാണ്. 1.5 മണിക്കൂർ വണ്ടി ഓട്ടം കഴിഞ്ഞു എന്നെ പാവം. കറക്റ്റ്. ഞാനിതിൽ പൊങ്ങിപ്പോയത്. ആ ഞാൻ കണ്ടി. ഒത്തൂരാനോട് ആദ്യമായിട്ട് എനിക്ക് റോസാപ്പൂക്കെ ഇടണം. സന്തോഷമായ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തോ കുറെ നേരം അമ്മ കിടന്ന് പരത്തണുണ്ട്. നമുക്ക് എപ്പോഴും ഉള്ള ഡൗട്ട് അടിച്ചു. അതിന് വീട്ടിൽ പോയി. ഇനി അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ പോവാം. ഞങ്ങളുടെ ഗ്രാജുവേഷനായി ഒന്നും തോന്നണല്ലേ? ഇപ്പോഴും ഇങ്ങനെ കരയും. ഞാൻ ഗ്രാജുവേഷൻ ഏനക്കാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെ. ഒരു മാച്ചിലായിരുന്നു ആ ഉടുപ്പ് കാണാൻ. കാരണം എന്താ ഇവള് കോളേജിൽ പഠിക്കണ പോലെ ഇല്ലായിരുന്നു. നല്ല പോകണം. അതെന്റെ വീട്ടിട്ട് പോന്നു. അപ്പ അമ്മ അറിയാണ്ട് താക്കോലും കൊണ്ടുപോയി. ഞങ്ങള് നേരത്തെ എത്തി. അവരിപ്പത്ത് കരണ്ടും പോയി. അടുത്തുണ്ട് ഇവിടെ. അന്നുണ്ട് മോനെ വരുന്നുണ്ട്. അവരവിടെ ഇപ്പൊ കിട്ടും 2 അങ്ങനെ. ഇതാ നമ്മുടെ കുഞ്ഞു കൂപ്പിട് ഇപ്പൊ വരുന്നു. അപ്പൊ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ നമുക്ക് ഇന്നാണ് പള്ളിയിൽ നിന്നുള്ള ഉന്നത വിജയത്തിന്റെ അവാർഡ് കിട്ടുന്നത്. ക്യാഷ് പ്രൈസ്. അപ്പൊ എന്താ എന്താ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Bye.